ഹലോ ഗൈസ്, ലൈഫ് ഓൺ റെക്കോർഡിൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി മുന്നേ എടുത്തതാട്ടോ. നമ്മൾ ഓണത്തിനെടുത്ത വീഡിയോ ആണ്. ഓണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സൗണ്ടൊക്കെ പോയി, പനിയൊക്കെ പിടിച്ച് ആകെ അലങ്കോലമായതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അതാണ് വീഡിയോ ഡിലേ ആയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓണത്തിന് ഇപ്രാവശ്യം കൂടിയത് മനുവേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. വലിയ ആഘോഷങ്ങളോ ആർഭാടങ്ങളോ പൂക്കളം പോലും ഇടാതെ കേട്ടോ ഇപ്രാവശ്യം നമ്മൾ ഓണം ആഘോഷിച്ചത്. ആദ്യക്കുട്ടൻ്റെ ഫസ്റ്റ് ഓണം ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടിയെന്ന് മാത്രം. സാധാരണ എല്ലാവരും അവരവരുടെ വീട്ടിലായിരിക്കുമല്ലോ ഓണം ആഘോഷിക്കുന്നത്. ഇപ്രാവശ്യം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ആണ് സദ്യ വരെ ഒരുക്കിയേക്കുന്നത് കേട്ടോ. പൊതുവെ ഇവിടെയാണെങ്കിൽ അമ്മയാണ് സദ്യ മൊത്തം കൈകാര്യം ചെയ്യുന്നത്. ചോറ് തൊട്ട് പായസം വരെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെയാണ് കുക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. നാട്ടിലാണെങ്കിൽ മമ്മിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ പ്രവാസികൾക്ക് വളരെ കുറച്ച് ആഘോഷങ്ങളാണ് ഇങ്ങനെ ഒത്തുകൂടാനായിട്ട് പറ്റുന്ന സിറ്റുവേഷൻസ് ഒക്കെ കിട്ടാറുള്ളൂ. സാധാരണ മിക്ക സമയത്തും നമുക്ക് ഞായറാഴ്ചകളിൽ തന്നെ ഫങ്ഷൻസ് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം ഓണം കറക്റ്റ് ഞായറാഴ്ച തന്നെ ആയതുകൊണ്ട് എല്ലാവർക്കും കൂടാൻ പറ്റി. പിന്നെ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. സദ്യയിലെ ഓരോ കറിക്കൂട്ടങ്ങളും ഓരോ ആൾക്കാരായിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. അതിൽ അമ്മയുടെ കോൺട്രിബ്യൂഷനും മമ്മിയുടെ കോൺട്രിബ്യൂഷൻ, അതുപോലെ ഇവിടെ വന്ന എല്ലാ ലേഡീസിൻ്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങൾ ഓണത്തിനെടുത്ത് ഓണക്കോടി. ഞങ്ങൾ രണ്ടുപേരും കളർ ചേഞ്ചിൽ സെയിം പാറ്റേണിലുള്ള ഡ്രസ്സാണ് നമ്മൾ സെലക്ട് ചെയ്തായിരുന്നത്. അപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു ഇത് എവിടെ നിന്നാണ്, ഓൺലൈൻ മേടിച്ചതാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഇവിടെ അടുത്ത് തന്നെയുള്ള മദീന മോളിലെ പേസ്റ്റൽസ് നിന്നാണ് നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്തത് കേട്ടോ. കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു എങ്ങനെയാണ്, എവിടെ നിന്നാണ് എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എൻക്വയറീസ് വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. ആദിയുടെ ആദ്യത്തെ ഓണമായിട്ട് ആദീനെ കാണാൻ പറ്റുന്നില്ലല്ലോ. അവൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു പനിയുടെ ജലദോഷത്തിൻ്റെയും ഒക്കെ ഒരു ലക്ഷണം ഉള്ളതുകൊണ്ട് നമ്മൾ അധികം പുറത്തേക്ക് കൊണ്ടുവന്നില്ല. കാരണം ഒരുപാട് ആൾക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ റൂമിൽ തന്നെയായിരുന്നു കേട്ടോ അവനെ കൂടുതലും നേരം സ്പെൻഡ് ചെയ്യിപ്പിച്ചത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്കൊരു തിരുവാതിര കളിച്ചാലോ, തിരുവാതിര കളി കണ്ടാലോ എന്നൊക്കെ ഇങ്ങനെ ബോയ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ സമയത്താണ് നമ്മൾ ഒരു തിരുവാതിരയൊക്കെ തട്ടിക്കൂട്ടുന്നത്. അപ്പോൾ മിഥുനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ തിരുവാതിര കളി കളിക്കാനായിട്ട് നമ്മുടെ അടുത്ത് ആദ്യമേ തന്നെ റിക്വസ്റ്റ് ചെയ്തത്. ഒരു ഓണമൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങളൊരു തിരുവാതിര കളി നടത്ത്. അപ്പോൾ ഞങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആർക്കും ഇതിനെപ്പറ്റി ഒരു വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ അവിടെയുള്ള ഒരു ചേച്ചിക്ക് മാത്രം തിരുവാതിര കളി അറിയാം, ബാക്കി ആർക്കും തന്നെ വലിയ ഐഡിയ ഇല്ല. അപ്പോൾ നമ്മളിത് കുളവാക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ സമയം കൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ ഓരോ ചെറിയ സ്റ്റെപ്പുകളൊക്കെ പെട്ടെന്ന് പഠിച്ചിട്ടാണ് അവിടെ തിരുവാതിര ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പം അവിടെയുള്ള ആരും തന്നെ പ്രൊഫഷണൽ ഡാൻസേഴ്സ് അല്ലാത്തതുകൊണ്ട് അത്രയൊക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി എന്ന് നമ്മൾ ആദ്യമേ തന്നെ എല്ലാവരോടും പറഞ്ഞായിരുന്നു കേട്ടോ. ടൈമാണെങ്കിലും നല്ല ബെസ്റ്റ് ടൈം, എല്ലാവർക്കും നല്ല വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. എല്ലാവരും എത്തിയപ്പോൾ തന്നെ ഏകദേശം 12 മണിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഈ തിരുവാതിര കളിയുടെ പ്രാക്ടീസും അത് കഴിഞ്ഞുള്ള തിരുവാതിര കളിയും എല്ലാം കഴിഞ്ഞിട്ട് എപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നൊക്കെ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളിതാ ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 5 പേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഗാർഗിയോട് പറയുന്നുണ്ട് വാ 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 വേഗം വാ, കാരണം ഇവിടെ എന്തായാലും പെയറായിട്ട് ഓരോ ആൾക്കാർ വേണം, അപ്പോൾ നീ എന്തായാലും വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഗാർഗിനെ പിടിച്ച് ഞാൻ നിർത്തി കേട്ടോ അവിടെ. എല്ലാവർക്കും തന്നെ ഡാൻസ് കളിക്കാനായിട്ട് ഇച്ചിരി മടിയായിരുന്നു. കാരണം ആരും തന്നെ പ്രിപ്പയർ ചെയ്യാതെയാണ് വന്നത്. പിന്നെ എങ്ങനെയാവുമെന്നും അറിയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ചമ്മലുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് തിരുവാതിര കളിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ചിലർക്ക് ടെൻഷനേ ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. എല്ലാവർക്കും തന്നെ വളരെ കുറച്ച് സ്റ്റെപ്പുകളെ അറിയത്തുള്ളൂ. അപ്പം ഈ ഫോർമേഷൻ സ്റ്റെപ്പൊക്കെ നമ്മൾ പിന്നെ പൊതുവെ എല്ലാവരും തന്നെ കളിച്ച് കണ്ടിട്ടുള്ളത് കൊണ്ട് അതൊക്കെയാണ് കേട്ടോ എല്ലാവരും ചെയ്യുന്നത്. എന്തായാലും ഏകദേശം നമ്മളൊന്ന് സെറ്റായി. അപ്പോൾ നമ്മളിതാ പുറകിൽ കാണാമല്ലോ, ഇതാ കുറേ ചേച്ചിമാർ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. വീഡിയോ നമ്മൾ കണ്ടിട്ടാണ് ഓരോ സ്റ്റെപ്പുകൾ പഠിച്ചത് കേട്ടോ. പിന്നെ ഏകദേശം നമ്മൾ വീഡിയോ ഒക്കെ സെറ്റായി കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പറഞ്ഞു വാ വന്നിരിക്കുക. ആരും തന്നെ ഞങ്ങളുടെ ഡാൻസിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിൽ വളരെ കുറച്ച് പേർക്കേ ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും എല്ലാവരും കൂടിയിട്ട് തിരുവാതിര കളി കളിക്കാമെന്നൊക്കെ പറഞ്ഞതാ ഞങ്ങളെല്ലാവരും പിടിച്ചിവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നടുക്ക് നിന്നിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഡാൻസ് കളിക്കുന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞു. ഗാർഗി ഭയങ്കര പ്രാർത്ഥന കേട്ടോ, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നല്ലപോലെ പ്രാർത്ഥിച്ചൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് തുടങ്ങി കേട്ടോ. പാർവണേന്ദു മുഖി പാർവതി, ഈ പാട്ടിനാണ് നമ്മൾ ഡാൻസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്.
ഡാൻസ് കഴിഞ്ഞതുപോലും ആരും അറിഞ്ഞില്ല കേട്ടോ. എല്ലാവരും ഫോണിലും മറ്റുമൊക്കെ ബിസിയായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ പറഞ്ഞു ഒന്ന് കൈയടിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അവസാനം എല്ലാവരും ഓ തീർന്നു തീർന്നു എന്നാൽ കൈയടിക്കാമെന്ന് പറഞ്ഞ് കൈയടിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഡാൻസ് കളിച്ചെന്നൊക്കെ പറഞ്ഞ് അവസാനം ഞങ്ങൾ പിടിച്ചിരുത്തി ഞങ്ങൾ കൈ അടുപ്പിച്ചു. ഇനി നമ്മൾ സദ്യയിലോട്ട് കിടക്കുക കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ പൂക്കളം പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സദ്യയാണെങ്കിലും എല്ലാവരും തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. 3-4 കൂട്ടം കറിയായിട്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 21 കൂട്ടം കറികൾ എല്ലാം കൂടെ കൂട്ടി ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഡാൻസ് കണ്ട് ഞങ്ങൾ തന്നെ ചിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല കളിയാക്കലും കോലും ഒക്കെ ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ പ്രാവശ്യം കുട്ടിപ്പട്ടാളംസൊക്കെ ഞങ്ങളുടെ ഡാൻസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സൈഡായി. പിന്നെ ചെറുതായിട്ടൊന്ന് വിശക്കാനൊക്കെ അവർക്ക് തുടങ്ങിയായിരുന്നു. ഡാൻസ് പ്രാക്ടീസും ഡാൻസും എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. എന്തായാലും ബോയ്സ് എല്ലാവരും പോയിട്ട് അവിടെ ഇലയൊക്കെ കാര്യങ്ങളും ഒക്കെ വിളമ്പുന്ന കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇലയെല്ലാം ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളും ഓരോ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ നമുക്ക് പാട്ടൊക്കെ പാടാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നമ്മൾ മൈക്ക് സെറ്റൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചു. അല്ലി അവിടെ ആദ്യമേ തന്നെ പോയി നിന്ന് കേട്ടോ. എനിക്ക് പാട്ട് പാടണമെന്ന് പറഞ്ഞപ്പം അല്ലിയുടെ ഫസ്റ്റ് പാട്ട് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അല്ലേ. അല്ലിക്ക് ഭയങ്കര നാണമൊക്കെ വന്നു. എന്തായാലും ആദ്യം കണ്ണാൻ തുമ്പിയാണെന്ന് തോന്നുന്നു. നാണം വരുന്ന അല്ലിയ അങ്ങനെ സദ്യ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളാണ് ആദ്യമേ പോയിരുന്നത്. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് സദ്യയെല്ലാം കഴിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സദ്യ വേറെ ഏത് ഹോട്ടലിൽ പോയി കഴിച്ചാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. എന്തായാലും ഞങ്ങളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തൊരു ഓണമായിരുന്നു ഈ പ്രാവശ്യത്തെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് നിന്നില്ല. പിറ്റേ ദിവസം എല്ലാവർക്കും ജോലി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് നമ്മൾ അതുപോലെ തന്നെ പിരിഞ്ഞു കേട്ടോ. പിന്നെ ആകെയുള്ളൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മമ്മിയും പപ്പയൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യക്കുട്ടൻ വന്നു കേട്ടോ. ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാൻ നേരത്തെ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് റൂമിൽ തന്നെ കൊണ്ടൊക്കെ കിടത്തി കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മമ്മിയും പപ്പയും നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. കുറേ നാളായിട്ട് അവരിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിനി തിരിച്ച് നാട്ടിൽ പോയി. ഇനിയിപ്പോൾ അവരെ കാണണമെങ്കിൽ ഞങ്ങൾ ഡിസംബറിൽ നാട്ടിൽ പോകണം കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ ആദ്യക്കുട്ടനാണെങ്കിലും ഇനിയിപ്പോൾ അവരെ മിസ് ചെയ്യാറൊന്നും ആയിട്ടില്ല. പക്ഷേ അല്ലിക്ക് ഭയങ്കരമായിട്ട് അവരെ മിസ് ചെയ്യും കേട്ടോ. കാരണം അവർ അല്ലീനെ മൊത്തത്തിൽ തന്നെ ടേക്ക് കെയർ ചെയ്തിരുന്നത് മമ്മിയും പപ്പയും തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓണമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കൂടി കുറച്ച് റീൽസൊക്കെ എടുത്ത് ഈ പ്രാവശ്യത്തെ ഓണം അങ്ങനെ അങ്ങ് തീർന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ടിങ് ടിങ്. അപ്പം